നമ്മുടെ ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത്. പലപ്പോഴും നമ്മളതിന് സിനിമയിൽ പറയുന്ന ഓൺ ടേബിൾ ബിസിനസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭൂരിപക്ഷം സിനിമകളും ഇപ്പോൾ നമ്മളൊരു വലിയ സ്റ്റാറിൻ്റെ ഡേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഓൾറെഡി അതിൻ്റെ സാറ്റലൈറ്റ് ബിസിനസ്സിലൂടെ ഈ പ്രൊഡ്യൂസർക്ക് സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ബിസിനസ് നടന്നിരിക്കും. അദ്ദേഹം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതോ അതിൽ കൂടുതലോ എമൗണ്ട് ഓൾറെഡി അദ്ദേഹത്തിന് സാറ്റലൈറ്റ് ബിസിനസ്സിലൂടെയും മറ്റ് സിനിമയുടെ തിയേറ്ററിന് ഉപരിയായ ബിസിനസ്സുകളിലൂടെയൊക്കെ ഈ എമൗണ്ട് ഇദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന് സംഭവിക്കുന്ന ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ നിർമ്മാതാവിന് സിനിമയെ കൃത്യമായി പ്രൊമോട്ട് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മമോ കർമ്മമോ ഇതിൽ നിന്ന് ഒരു വിമുഖത ഇദ്ദേഹം പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോഴും ഞാൻ വളരെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. പല നിർമ്മാതാക്കളിലും നമ്മൾ കാണുന്ന ഒരു സ്വഭാവമാണ്. ഇത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് എന്നുള്ളതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ തീർച്ചയായും സിനിമ എന്ന കലാരൂപം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നത്, അല്ലേ? ഞങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഫൈനൽ DTS മിക്സ് എന്നൊക്കെ പറയുന്നത് വളരെ ദിവസങ്ങളെടുത്ത് അങ്ങനെ എൻ്റെ അത് DTS മിക്സ് ചെയ്യുന്ന ജിജു ടി ബ്രൂസ് എന്ന് പറഞ്ഞിട്ട് ഒരാളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരേ മനസ്സോടെ വളരെ ദിവസങ്ങളിലിരുന്നിട്ട് അതിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദത്തിൻ്റെ ചില വ്യതിയാനങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഈ അധ്വാനം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കൃത്യമായിട്ട് തിയേറ്ററിൽ അത് കാണുമ്പോഴാണ്, അല്ലേ? അപ്പോൾ അത് കൂടുതൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സിൽ ഈ സിനിമ റിലീസ് ചെയ്യുക, കൂടുതൽ പ്രേക്ഷകർ അത് കാണുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സോഹൻലാൽ എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു 3 വർഷത്തിന് മുമ്പ് ഓർക്കുക വല്ലപ്പോഴും എന്നുള്ള സിനിമ ചെയ്തിട്ട് പിന്നെ വളരെ സമയമെടുത്ത് ആലോചിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്തു വരുന്ന ഒരു സിനിമയാണല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ സിനിമയിലെ അഭിനേതാക്കളായിട്ടുള്ള ഇപ്പോഴ് കുഞ്ചാക്കോ ബോബനോ ബിജു മേനോനോ ലാലേട്ടനോ മനോജ് കെ ജയനോ ഇവരൊക്കെ എനിക്ക് വളരെ സുഹൃത്തുക്കളെന്നോ അത്രത്തോളം അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന്മാരെ പോലെ ഞാൻ കാണുന്ന ആൾക്കാർ ഒക്കെയാണ്. ഇതുമാത്രമല്ല, ഇപ്പോൾ ഭാമയോ ഋതുപർണ സെൻഗുപ്തയോ മല്ലിക എന്ന് പറഞ്ഞ ഈ താരങ്ങളും ഒക്കെ ഇവർക്ക് ഒരു സിനിമ കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ സോഹൻലാലിന് ഒരു കഥയുടെ ഉള്ളൂ, അല്ലേ? പക്ഷേ ചാക്കോച്ചനെയോ ബിജു മേനോനെയോ ലാലേട്ടനെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വർഷം ചെയ്യുന്ന 5-6 സിനിമകളിൽ ഒന്ന് മാത്രമാണ് കഥ വീടെന്ന് പറയുന്നത്. പിന്നെ എനിക്കൊന്ന് അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഈ ആൾക്കാർക്ക് വിരസത ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകരുതെന്ന് അവർ സ്വയം ആലോചിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് തന്നെ എന്ത് ബോറായിരിക്കും. ഇപ്പോൾ എല്ലാ സിനിമ കഴിയുമ്പോഴും ഇവരെല്ലാം വന്നിട്ട് ആ സിനിമകളെക്കുറിച്ച്, കാരണം എപ്പോഴും നമുക്കിപ്പോൾ ഓരോ മാസവും ഇവരുടെ ഇൻ്റർവ്യൂസ് ഇങ്ങനെ ചാനലിൽ ഓരോ സിനിമയെക്കുറിച്ച് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരതിനൊരു വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ പലപ്പോഴും ഈ ഒരു ആവർത്തന വിരസത ഒഴിവാക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോഴെനിക്ക് തോന്നുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ ഈ വളരെ മോശമായ ചില പ്രവണതകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഈ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളെന്നൊക്കെ പറയുന്നത് പല സൈറ്റുകളും ചെയ്യുന്നത് പണ്ട് നമ്മുടെ പഴയ നാട്ടിൻപുറങ്ങളിൽ ചായക്കടയിൽ മുമ്പിൽ നിന്നിട്ട് ഈ ആൾക്കാർ കൊച്ചു വർത്തമാനം പറയുക, ഗോസിപ്പുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളില്ലേ. അപ്പോൾ അത് ചെയ്യുന്ന ചുരുക്കം ചില സൈറ്റുകളുണ്ട്. എന്നാൽ വളരെ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിൽ ഈ സോഷ്യൽ നെറ്റ്വർക്ക് എന്നുള്ള ഒരു മീഡിയയുടെ ശക്തി മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് കാണുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത് പണ്ട് നമ്മളിങ്ങനെ വളരെ വിരസമായിട്ടൊക്കെ ഇരിക്കുമ്പോഴേ ഈ പറയുന്നൊരു കാര്യമില്ല, ഇപ്പോൾ ഒരു വീട്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ അതിനകത്തുള്ള ഈ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കുറേ നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവില്ലേ. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഫേസ്ബുക്കിനെയൊക്കെ ആ ഒരു മനസ്സോടെ കാണുന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡോടെ ഇതിനെയൊക്കെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരു വളരെ ഗൗരവപൂർവ്വം ഇതിനെയൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ വലിയ വിഷയങ്ങളാണ്. നമ്മളിതിനെയൊക്കെ വളരെ നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ
അത് വളരെ നിസ്സാരമാണ്. അത് ജീവിതത്തിൽ ഒരു കാര്യവും നമുക്കങ്ങനെ മുന്നിലുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതാണ് ഞാൻ ഭാവിയിൽ ഞാൻ അങ്ങനെ ആകും അല്ലേ, ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ ആക്ച്വലി ഇപ്പോൾ പ്രധാനമായും വിശ്വസിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഓഷോയുടെ ഒരു പ്രയോഗമില്ലേ, ഹിയർ ആൻഡ് നൗ. ഇപ്പോൾ എന്താണോ, ഞാനിപ്പോൾ രാജേഷ് കടമ്പ എന്നുള്ള വ്യക്തിയുടെ മുന്നിലിരിക്കുകയാണ്, ഈ ഇൻ്റർവ്യൂ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഇതിൽ ഇൻവോൾവ് ആകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രധാന കാര്യം. ഞാൻ കഥവീട് ചെയ്യുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കഥവീടിനകത്തായിരുന്നു അല്ലേ. അപ്പോൾ കഥവീട് കഴിഞ്ഞ് ഞാനിപ്പോൾ അടുത്ത വേറൊരു മ്യൂസിക്കൽ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഓൾറെഡി ഞങ്ങളതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി അതിൻ്റെ എഴുത്തുമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവാണ്. പിന്നെ ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ അടുത്ത സിനിമ കൊന്തയും പൂണൂലും എന്നുള്ള ജിജു ആൻ്റണി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ മെജോ ജോസഫിൻ്റെ സംഗീതത്തിൽ ഞാൻ പാട്ടുകൾ എഴുതുന്നു. അപ്പോൾ അതിൽ മെജോ മ്യൂസിക് അയച്ചു കഴിയുമ്പോൾ ആ പാട്ട് എഴുതാൻ ഞാനിരിക്കുമ്പോൾ കംപ്ലീറ്റ്ലി ആ മ്യൂസിക്കിനകത്താണ് ഞാൻ അല്ലേ. അപ്പോൾ നമുക്ക് ഭാവിയിൽ എന്താണോ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലാന്നേ, അത് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ ആ പോകുന്ന വഴിക്ക് നമ്മളങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ, ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ ദൃഢത വെച്ചാൽ നമുക്കറിയില്ലല്ലോ. നമ്മളിവിടെ ഇരിക്കുന്നു, തൊട്ടടുത്ത മൊമെൻ്റിൽ ഒരു എത്ക്യോക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞില്ലേ. അടുത്ത പ്രോജക്റ്റ് ഞാൻ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞതുപോലെ പണ്ട് ഈ ഓർക്ക് വല്ലപ്പോഴും കഴിയുന്ന സമയത്ത് എൻ്റെ തന്നെ ഏറ്റവും വലിയ സ്തുതിപാഠകൻ ഞാനായിരുന്നു, വളരെ ഫ്രാങ്കായിട്ട് പറയാം. ഇപ്പോൾ എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഭയങ്കര ഞാൻ തന്നെ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആയിരുന്നു എപ്പോഴും. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ കഥവീടിലെത്തുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റം, ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ വിമർശകനും നിരൂപകനുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പോൾ ഞാനൊരു ഗാനം എഴുതുകയാണെങ്കിലും ഒരു സ്ക്രീൻ പ്ലേ എഴുതുകയാണെങ്കിലും ആക്ച്വലി അടുത്ത സിനിമയുടെ ഒരു കംപ്ലീറ്റഡ് സ്ക്രീൻ പ്ലേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് വായിക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും അങ്ങനെയല്ല വേണ്ടത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ റീഡൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എഴുത്ത് നടക്കുന്നു. ആ എഴുത്ത് എനിക്ക് പൂർണ്ണമായ തൃപ്തി കിട്ടുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഞാനതിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ അടുത്ത ആർട്ടിസ്റ്റിനോട് സംസാരിക്കുക, അത്തരം കാര്യങ്ങളും.